പ്രിയ തൊഴിലുറപ്പ് തൊഴിലാളികളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ അടുത്തായിട്ട് തൊഴിലുറപ്പിൽ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നിങ്ങളിപ്പോൾ യുക്തധാര പോർട്ടൽ. കുറേ പേര് അത് കേട്ടിട്ടുണ്ടാവും. മീറ്റിങ്ങുകളിലും കാര്യങ്ങളിലൊക്കെ യുക്തധാര എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ജിയോ സ്പെഷ്യൽ പ്ലാനിംഗ് പോർട്ടൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ കാര്യം, അതെങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത് എന്നൊക്കെയാണ് നമുക്കിന്ന് ചിന്തിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ യുക്തധാര പോർട്ടൽ എന്താണ് എന്നത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതിനെപ്പറ്റി വിശദാംശങ്ങളൊക്കെ അടങ്ങിയിട്ട് ഒരു വീഡിയോ കൊണ്ടൊന്നും കാര്യങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാനൊന്നും പറ്റില്ല. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇതേക്കുറിച്ച്. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു യുക്തധാര പോർട്ടൽ എന്താണ്, അത് നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്നൊരു കാര്യം മാത്രം പറയുകയാണ്. ബാക്കി വിശദാംശങ്ങൾ ഞാൻ പതിയെ ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് വളരെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, കാരണം എന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബിലും മറ്റുള്ള ഇതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മലയാളത്തിൽ കണ്ടൻറ്റ് ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഹിന്ദിയിലും ഇംഗ്ലീഷിലും പിന്നെ മറ്റ് ഭാഷകളിലൊക്കെയാണ് ഇതിനെ യുക്തധാര പോർട്ടലിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുന്നത്. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം, അതിനെപ്പറ്റി വിശദമായിട്ട് മലയാളത്തിൽ നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യാം പറഞ്ഞു തരാം. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വിഷയം എന്താണ് യുക്തധാര എന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് ഭൂവിനിയോഗ ആസ്തികളുടെ ആസൂത്രണം എളുപ്പമാക്കുന്ന ഒരു ഓൺലൈൻ സംവിധാനമാണിത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഗ്രാമീണ വികസനത്തിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണല്ലോ നമ്മുടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അഥവാ MGNREGA. ഇതിൻ്റെ കീഴിൽ പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ സഹായിക്കുന്ന ഒരു ഘടകമായിട്ടാണ് ഇപ്പോൾ യുക്തധാര പോർട്ടലുകൾ നമ്മളെ ബാധിക്കുന്നത് വിഷയമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അഥവാ MGNREGA കീഴിൽ പുതിയ ഭൂവിനിയോഗ ആസ്തികൾ ആസൂത്രണം ചെയ്യുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. യുക്തധാര പോർട്ടലിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ലക്ഷ്യമായിട്ട് പറയുന്നത് അതാണ്. ഒക്ടോബർ 1 മുതൽ 2024 ഒക്ടോബർ 1 മുതൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും പിന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇത് ഘട്ടം ഘട്ടമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നമ്മളിപ്പോൾ ജിയോ ടാഗ് ചെയ്ത സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ എല്ലാ സ്ഥലങ്ങളും ജിയോ ടാഗ് ചെയ്യണം. അവിടെ ഇനി മുതൽ നമ്മൾ ജോലി ചെയ്യുന്ന ഫലകം, നമ്മളൊരു ഫലകം വെക്കുമല്ലോ, ജോലി ഇന്ന പദ്ധതി ഇത്ര ലക്ഷം രൂപ, തൊഴിലാളികൾ ഇത്ര ലക്ഷം രൂപ പിന്നെ കൊടുത്തു, ഇത്ര തൊഴിലാളികൾ പങ്കെടുത്തു എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ഫലകം വെക്കുമല്ലോ. ഇതൊക്കെ ഇനി മുതൽ ഓരോ പറമ്പിലും ചെയ്യേണ്ടത് ജിയോ ടാഗ് ചെയ്ത സ്ഥലത്താണ് വെക്കേണ്ടതെന്നുള്ള പുതിയ അറിയിപ്പാണെന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഈ ഫലകം വെക്കുന്ന സ്ഥലത്തായിരിക്കും ജിയോ ടാഗ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ സമയത്ത് നമ്മളെന്ത് ചെയ്തു, 10 വർഷത്തിൽ 3 പണിയിൽ കൂടുതലെടുത്ത് സ്ഥലങ്ങൾ ലിസ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ടാവുമല്ലോ. അത് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിലായിട്ട് 3 പണികളിൽ കൂടുതൽ ഒരേ സ്ഥലത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിസ്റ്റ് തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇതിൻ്റെ പിറകിൽ ഓരോ കാര്യങ്ങളുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ തന്നെ ജിയോ ടാഗ് ചെയ്തു, നമ്മൾ പണി ചെയ്യുന്ന ജിയോ ടാഗ് ചെയ്ത സ്ഥലത്ത് തന്നെ നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകണം. എവിടെ പണി ഉണ്ടായാലും ആ ജിയോ ടാഗ് ചെയ്ത സ്ഥലത്ത് ഫോട്ടോ എടുക്കാൻ പോകണം. ഇനി മുതൽ എന്താ വെച്ചാൽ ഓരോ പറമ്പിലും ജിയോ ടാഗ് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോൾ 1 ഏക്കർ വരുന്ന സ്ഥലമാണെങ്കിൽ അത് ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങൾ ഏകദേശം ഒരേ ഏരിയയിൽ ഉള്ള സ്ഥലങ്ങൾ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ആ സ്ഥലത്താണ് കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാ സ്ഥലത്തും പോകാൻ പറ്റണം. കാരണം രാവിലെ ഒരു ഫോട്ടോ എടുത്തു, പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഈ ഫോട്ടോ എടുക്കേണ്ട സ്ഥലത്തേക്ക് നമ്മൾ വരണം. അപ്പോൾ ഈ ജിയോ ടാഗ് ചെയ്തിരിക്കുന്ന സ്ഥലത്തു നിന്ന് ഒരുപാട് ദൂരെയാണ് നമ്മളെ വർക്കെങ്കിൽ അത്രയും ദൂരം നമ്മൾ എന്ത് ചെയ്യണം,
വീണ്ടും നടന്ന് വന്നിട്ട് അവിടുന്ന് വീണ്ടും ഫോട്ടോ എടുത്ത് വീണ്ടും സൈറ്റിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ ജിയോ ടാഗ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലങ്ങൾ, അതായത് ഒരു 10 സ്ഥലങ്ങൾ, ചെറിയ ചെറിയ സ്ഥലങ്ങളാണെങ്കിൽ ഒരു 10 സ്ഥലങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ വരുന്ന സ്ഥലത്തായിരിക്കണം ജിയോ ടാഗ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പറയുന്ന തരത്തിൽ അവർ ചെയ്യില്ല, എന്തായാലും പറഞ്ഞതാണ്. അപ്പോൾ അത് നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ, അതേപോലെ തന്നെ മലയുടെ മുകളിലും മറ്റുള്ള പോകാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് നിന്ന് ജിയോ ടാഗ് ചെയ്താൽ രാവിലെ പോയി ഫോട്ടോ എടുത്തു, ആഫ്റ്റർനൂൺ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ അവിടെ തന്നെ കയറി പോകേണ്ടി വരും. അപ്പോൾ ഏകദേശം എല്ലാ പറമ്പിൻ്റെയും നടുക്കുള്ള സ്ഥലത്തൊക്കെ ജിയോ ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പോകണ്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഞാനിപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, യുക്തധാര പോർട്ടലിൻ്റെ നമ്മളെങ്ങനെയാണ് ബാധിക്കുന്നതെന്നാണ്. ഇപ്പോൾ നമ്മൾ ജിയോ ടാഗ് ചെയ്തു, അവിടെ വെച്ച് ഫോട്ടോ എടുത്തു, അപ്പോൾ നമ്മളത്ര കാര്യങ്ങളെ ആർമിക്കുള്ളൂ. അപ്പോൾ ഇത് ഇത്ര മാത്രമേ നമ്മൾ ആലോചിക്കുന്നുള്ളൂ. പക്ഷേ ഇനി വരാൻ പോകുന്നത് സംഭവം എന്താണെന്ന് വിചാരിച്ചാൽ, ഈ ജിയോ ടാഗ് ചെയ്ത സ്ഥലത്ത് 3 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഇനി ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സ്ഥലത്ത് എന്ത് ജോലിയാണോ നമ്മൾ ചെയ്യുന്നത്, ആ ജോലി അവിടെ ഇനി പ്രായോഗികമായ ജോലിയാണോ എന്നൊക്കെ പരിശോധിക്കുന്നത് നമ്മളല്ല. ഇത്രയും നാൾ നമ്മൾ ഇന്നേ സ്ഥലത്ത് ഇന്നേ ജോലി ചെയ്യാം. ഇപ്പോൾ മണ്ണ് ബണ്ട് നിർമ്മാണം, മൺബണ്ട് അല്ലെ മണ്ണ് കയ്യാല നിർമ്മാണം, അല്ലെങ്കിൽ പിന്നെ വേറെന്തെങ്കിലും ഒരു ജലവിനിയോഗ പരിപാടികൾ, ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന സ്ഥലത്ത് ഇന്ന അനുയോജ്യം പറഞ്ഞാൽ നമ്മൾ കൊടുക്കും. പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല വരാൻ പോകുന്നത്. യുക്തധാര എന്ന ഒരു പോർട്ടൽ കേന്ദ്രീകരിച്ചാണ്. ഇന്ന് പോർട്ടലിൽ നമ്മൾ ഇപ്പോൾ അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാലും ഇന്ന സ്ഥലത്ത് ഇന്ന പണി എടുക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ യുക്തധാര പോർട്ടൽ അവിടെ ആ പണി അവിടെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് പിന്നെ യുക്തധാര പോർട്ടലിൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് യുക്തധാര പോർട്ടലിനെ കുറിച്ച് ഇത്രയും പിന്നെ തൊഴിലുറപ്പിൽ ഇത്രയും നമ്മളിപ്പോൾ സംസാരിക്കുന്നതും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൽ നല്ല മെച്ചപ്പെട്ട ആസൂത്രണം ഈ സുതാര്യതയും സാധ്യമാക്കും എന്നുള്ളതാണ്. കാരണം ഇത് ആർക്കും എടുത്തു നോക്കാൻ പറ്റും. അതിനെപ്പറ്റിയൊക്കെ ഞാൻ പറയുന്നുണ്ട്, നമുക്കിങ്ങനെ കാണാം. അങ്ങനെയാണ് അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. സൈറ്റിൽ ഫുള്ള് നമ്മളെന്ന് വിചാരിക്കും ഇത്രയും വലിയ ഇന്ത്യയുടെ മൊത്തം വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നതിന് നമ്മളൊരു ചെറിയ പറമ്പ് എങ്ങനെയാണ് കാണാമെന്നൊക്കെ വിചാരിക്കും. അങ്ങനത്തെ യാതൊരു ധാരണയും വേണ്ട. കൃത്യമായിട്ട് പോയിൻ്റ് അടിസ്ഥാനത്തിൽ ചെറിയൊരു കുത്ത് സ്ഥലത്ത് നമ്മൾ ഒരു കയ്യാല ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതുപോലും നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലേക്കാണ് അടുത്തത് വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പക്ഷേ ഇതുകൊണ്ട് എന്താ ഗുണം എന്ന് ചോദിച്ചാൽ, വളരെ മെച്ചപ്പെട്ട ആസൂത്രണവും സുതാര്യതയും ഒക്കെ സാധ്യമാക്കും. കൂടാതെ പദ്ധതികളുടെ നടപ്പിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. നന്നായിട്ട് എന്ത് ചെയ്യുക, വളരെ ഗൗരവമായിട്ട് രീതിയിൽ നമ്മൾ ഒരു വർഷം ഇന്ന സ്ഥലത്ത് ഇന്നേ കാര്യം ചെയ്തു, 3 വർഷം കഴിഞ്ഞിട്ട് ആ ജോലി അവിടെ ചെയ്യാൻ പറ്റൂ. ഇതുവരെ അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ പല സ്ഥലത്ത് ഇതിൻ്റെ 1 വർഷം എടുത്തു, പിറ്റേത്തെ വർഷം അതേ ജോലി തന്നെ അതേ സ്ഥലത്ത് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി അതൊന്നും ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇന്ന് പിന്നെ ഇത്ര പിന്നെ പണം ഉപയോഗിച്ച് ഇന്ന കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശരിയായ തക്കതായിട്ടുള്ള ജോലി അവിടെ നടന്നിട്ടുണ്ടാവണം. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെയാണ് നമ്മൾ ഇത്രയും നാൾ ചെയ്തത്. അപ്പോൾ ഇനി യുക്തധാര പോർട്ടൽ വരുന്നതോട് കൂടിയിട്ട്, പോർട്ടൽ ഇപ്പോൾ വന്നു കഴിഞ്ഞു, ഇനി അടുത്ത സമയം മുതൽ നമ്മൾ യുക്തധാര പോർട്ടൽ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ വർക്കൊക്കെ ചെയ്യുക. തൽക്കാലം നമ്മൾ എന്ത് ചെയ്യേണ്ട, ഡയറക്റ്റ് നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യവും ഇപ്പോൾ വന്നിട്ടില്ല. അതായത് ഓരോ തൊഴിലാളികളെ ബാധിക്കുന്ന രീതിയിലേക്ക് വന്നിട്ടില്ല, പക്ഷേ ഓഫീസേഴ്സിനെ ബാധിക്കുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് തൊഴിലാളികളെ ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ പരോക്ഷമായിട്ട് ബാധിക്കുന്നുണ്ട്. എന്നാൽ നേരിട്ട് എന്തില്ല, നമുക്ക് ഈ മൊബൈലിൽ കയറിയിട്ടോ കമ്പ്യൂട്ടറിൽ കയറിയിട്ടോ യുക്തധാര പോർട്ടൽ സെർച്ച് ചെയ്തിട്ട് ഇന്ന കാര്യം ചെയ്യണം അങ്ങനെയൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ വരാൻ കിടക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഈ കാര്യങ്ങളൊന്ന് അറിഞ്ഞു വെക്കുക. അപ്പോൾ എന്താ ഈ യുക്തധാര പോർട്ടൽ എന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, ഏകദേശം ഒരു ധാരണ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഓരോ സ്ഥലത്ത് നമ്മൾ ചെയ്യുന്ന വർക്കുകളൊക്കെ ഇതിലേക്ക് ഒപ്പിയെടുത്തിട്ട് ഒരു ചെറിയ ജോലി പോലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി പോർട്ടൽ വഴി നമുക്ക് ആ സ്ഥലത്ത് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ അനുയോജ്യമായ ജോലി ഏതാണോ ആ സ്ഥലത്തിന് അത് ഇനി യുക്തധാര പോർട്ടൽ നിർദ്ദേശിക്കും. ആ ജോലി മാത്രമേ നമുക്കിനി ചെയ്യാൻ പറ്റുകയുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ വർക്കും
ചെയ്ത സമയത്ത് ശേഷം ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഈ വർക്ക് നമുക്ക് ഇനി 3 വർഷത്തിലൊരിക്കൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഇനി യുക്തധാര പോർട്ടൽ വഴിയായിരിക്കും നമ്മളെ അറിയിക്കുക. അപ്പോൾ ബാക്കി വിശദമായിട്ട് യുക്തധാര പോർട്ടലിനെ കുറിച്ച് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, ഹൈപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.